2024 സിവിൽ സർവീസ് എക്സാം പ്രിലിംസ് എക്സാമിന് ചോദിച്ചിട്ടുള്ള മൂന്നാമത്തെ ചോദ്യമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. മൂന്നാമത്തെ ചോദ്യം ഇതാണ്: കൺസിഡർ ദ ഫോളോയിങ് പൈറോക്ലാസ്റ്റിക് ഡെബ്രിസ്, ആഷ് ആൻഡ് ഡസ്റ്റ്, നൈട്രജൻ കോമ്പൗണ്ട്, സൾഫർ കോമ്പൗണ്ട്സ്. ഹൗ മെനി ഓഫ് ദ എബോവ് ആർ പ്രൊഡക്ട്സ് ഓഫ് വോൾക്കാനിക് ഇറപ്ഷൻസ് എന്നുള്ളതാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണെന്ന് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതായത് വോൾക്കാനിക് ഇറപ്ഷൻ ഉണ്ടാവുന്ന സമയത്ത് ഇതിൽ ഏതൊക്കെയാണ് അതിന്റെ പ്രൊഡക്ട്സ് ആയിട്ട് പുറത്തേക്ക് വരുന്നത് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഇതിൽ ഒന്നാമത്തേന്ന് വെച്ചാൽ പൈറോക്ലാസ്റ്റിക് ഡെബ്രിസ് ആണ്. പൈറോ എന്ന് പറഞ്ഞാൽ തന്നെ ഹൈ ടെമ്പറേച്ചർ എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ട ഒരു ബേസിക് വാക്ക്. പൈറോ എന്ന് പറഞ്ഞാൽ ഹൈ ടെമ്പറേച്ചർ ആണ്. പൈറോ ഇലാസ്റ്റിക് എന്ന് പറയുന്നത് സാധാരണ വോൾക്കാനോയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വെള്ളവും അതുപോലെ തന്നെ ചളിയും അതുപോലെ തന്നെ നീരാവിയും ഒക്കെ ചേർന്നുള്ള, അതുപോലെ തന്നെ മോൾട്ടൺ മെറ്റലും ഒക്കെ ചേർന്നുകൊണ്ടുള്ള ഒരു കോമ്പൗണ്ട്സിനെയാണ് പൈറോക്ലാസ്റ്റിക് എന്ന് വിളിക്കുന്നത്. അപ്പോൾ വോൾക്കാനോ എന്ന് പുറത്തേക്ക് വരുന്നതാണ് പൈറോക്ലാസ്റ്റിക് ഡെബ്രിസ്. അതുപോലെ തന്നെ വോൾക്കാനോ പൊട്ടിത്തെറിക്കുന്ന സമയത്ത് ആഷും പൊടിപടലങ്ങളും ഡസ്റ്റും ഒക്കെ വരുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും. കാരണം വോൾക്കാനോസ് മിക്കവാറും പുകഞ്ഞുകൊണ്ടിരിക്കുന്നത് കാണാൻ പറ്റും. അതിൽ ആഷും ഡസ്റ്റും വരുന്നുണ്ട്. നൈട്രജന്റെ കോമ്പൗണ്ട്സ് വരാറുണ്ടോ, സൾഫറിന്റെ കോമ്പൗണ്ട്സ് വരാറുണ്ടോ എന്നുള്ളതായിരിക്കും പ്രധാനപ്പെട്ട ഒരു സംശയമായിട്ട് നിൽക്കുന്നുണ്ടാവാം. അപ്പോൾ ഇവിടെ ഓർത്ത് വെക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഒരു വോൾക്കാനോ എറപ്ഷൻ ഉണ്ടാവുമ്പോൾ അതിൽ എന്തൊക്കെ കോമ്പോണൻസ് ഉണ്ടാവും എന്നുള്ളത്, അതിൽ നൈട്രജൻ കോമ്പൗണ്ട്സ് ഉണ്ടാവോ, സൾഫർ കോമ്പൗണ്ട്സ് ഉണ്ടാവോ, കാർബൺ കോമ്പൗണ്ട്സ് ഉണ്ടാവോ, ക്ലോറിന്റെ കോമ്പൗണ്ടുകൾ ഉണ്ടാവോ എന്നുള്ളത് ഒരു മനുഷ്യനും കൃത്യമായിട്ട് പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. അതായത് ഒരു വോൾക്കാനോ എറപ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഗ്യാസുകളാണ് പുറത്തേക്ക് വരുന്നത് എന്ന്, എന്തൊക്കെയാണ് അതിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് എന്നുള്ളത് 100% ഉറപ്പോടുകൂടി ഇന്ന കോമ്പോണൻസ് ആണ് പുറത്തേക്ക് വരുന്നതെന്ന് ഒരു മനുഷ്യനും പറയാൻ പറ്റില്ല. അപ്പൊ ഈ ഒരു ചോദ്യം നോളജിനേക്കാൾ ഉപരിയായിട്ട് കുറെ കൂടി നിങ്ങളുടെ കോമൺ സെൻസിനെയും അതുപോലെ തന്നെ നിങ്ങളുടെ ലോജിക്കിനെയും മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ചോദ്യമാണെന്ന് പറയാൻ വേണ്ടി പറ്റും. ഉദാഹരണത്തിന് ഇവിടെ നൈട്രജൻ കോമ്പൗണ്ട്സും സൾഫർ കോമ്പൗണ്ട്സും എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ, ഇത് രണ്ടും ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നും. ഉദാഹരണത്തിന് ലെഡിന്റെ കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ജെർമേനിയത്തിന്റെ കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ക്ലോറിന്റെ കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഡൗട്ട് ഉണ്ടാവാം. കാരണം ലെഡ് ഉണ്ടാവുമോ, ജെർമേനിയം ഉണ്ടാവുമോ, ക്ലോറിൻ ഉണ്ടാവോ, അല്ലെങ്കിൽ അഴ്സനിക്കിന്റെ കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞു, ഉണ്ടാവുമോ എന്നുള്ളത്. അത് ഉണ്ടാവില്ല എന്ന് പറയാൻ ആരെക്കൊണ്ടും പറ്റില്ല. കാരണം വോൾക്കാനോ എറപ്റ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ പുറത്തേക്ക് വരുന്നു എന്ന് നമുക്ക് പറയാം. മേജർലി എന്ത് വരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. ഭൂരിഭാഗം ഏതൊക്കെയാ വരുന്നത്? ഭൂരിഭാഗം ഒന്ന് വരുന്നത് വാട്ടർ വേപ്പർ പുറത്തേക്ക് വരുന്നുണ്ട്. ഭൂരിഭാഗം ഭൂമിയുടെ അകത്ത് നിന്ന് വാട്ടർ വേപ്പർ വരുന്നുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് വരുന്നുണ്ട്. സൾഫറിന്റെ കാർബൺ കോമ്പൗണ്ട്സുകൾ വരുന്നുണ്ട്. സൾഫറിന്റെ കോമ്പൗണ്ട്സുകൾ വരുന്നുണ്ട്. മറ്റൊന്ന് പൈറോക്ലാസ്റ്റിക് ഡെബ്രിസ് വരുന്നുണ്ട്. ആഷും ഡസ്റ്റും വരുന്നുണ്ട്. നൈട്രജന്റെ സൾഫറിന്റെ കോമ്പൗണ്ടുകൾ വരുന്നുണ്ട്. പ്രൈമറിലി എന്തൊക്കെ വരും വേണം. പക്ഷേ ഇവിടെ അങ്ങനെ പ്രൈമറിലി എന്നല്ല ചോദിച്ചിരിക്കുന്നത്, എന്തൊക്കെ വരും എന്നുള്ളതാണ്. അപ്പൊ എന്ത് വേണമെങ്കിലും അതിന്റെ അകത്ത് ഏത് തരം ഗ്യാസസ് വേണമെങ്കിൽ വരാം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ചോദ്യത്തിന്റെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓപ്ഷൻ 4 ആണെന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ഇവിടെ ഞാൻ ഈ ചോദ്യം ഇതിനേക്കാൾ സിമ്പിൾ ആണ്. ബിക്കോസ് ഇവിടെ ലെഡിന്റെ കോമ്പൗണ്ട്, ജർമേനിയത്തിന്റെ കോമ്പൗണ്ട്, ആഴ്സനിക്കിന്റെ കോമ്പൗണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ കുറച്ചുകൂടി കൺഫ്യൂസിങ് ആവുമായിരുന്നു. കാരണം ഞാൻ അഴ്സനിക്കിനെ കുറിച്ച് പഠിച്ചിട്ടില്ലല്ലോ, അപ്പൊ ഉണ്ടാവില്ലയോ എന്നുള്ളത്. പക്ഷെ അഴ്സനിക് ഉണ്ടാവില്ല എന്ന് ഒരാൾക്കും പറയാൻ പറ്റില്ല. കാരണം ഭൂമിയിലുള്ള നാച്ചുറലി കാണുന്ന മിക്കവാറും എല്ലാ കോമ്പൗണ്ടുകളും ചെറിയ ട്രേസ് എമൗണ്ടിലെങ്കിലും ഇതിൽ ഉണ്ടാവാം എന്നുകൂടിയുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് ഓർത്തു വെക്കേണ്ടതാണ്. കാരണം ഓരോ വോൾക്കാനോസും എറപ്റ്റ് ചെയ്യുമ്പോൾ പുറത്തേക്ക് വരുന്നത് അത് ലൊക്കേറ്റ് ചെയ്യുന്ന സ്ഥലത്ത് അവിടെ എന്തൊക്കെ മിനറൽസ് ഉണ്ട് എന്നതിനൊക്കെ അനുസരിച്ചാണ് എന്ന് കൂടി ഓർത്തു വെക്കുക. അപ്പോൾ ഈ ഒരു ചോദ്യം നിങ്ങളുടെ നോളജിനെ ടെസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ ഉപരിയായിട്ട് നിങ്ങളുടെ കോമൺ സെൻസിനെ, നിങ്ങളുടെ ലോജിക്കൽ അണ്ടർസ്റ്റാൻഡിങ്ങിനെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു ചോദ്യമാണ് എന്നാണ് നിങ്ങൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ UPSC ചോദിക്കാറുണ്ട്, നമ്മൾ തെറ്റിക്കാറുമുണ്ട്. അത്തരം ചോദ്യങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കി അഡ്രസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് ജിയോഗ്രഫിയിൽ നിന്ന് വന്ന ചോദ്യമാണ്. വോൾക്കാനോസ് സിലബസിൽ മെൻഷൻഡ് ആണ്. വോൾക്കാനോസിനെ കുറിച്ച് പഠിക്കാനുണ്ട്. ഓട്ടോമാറ്റിക്കലി നിങ്ങൾ വോൾക്കാനോസിനെ കുറിച്ച് പഠിക്കും. അപ്പോൾ NCERT ടെക്സ്റ്റ് ബുക്കുകൾ വോൾക്കാനോസിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ലേണേഴ്സിന്റെ ജിയോഗ്രഫി ക്ലാസ്സിൽ 17ാമത്തെ ക്ലാസ് വോൾക്കാനോസിനെ സംബന്ധിച്ചാണ്. വോൾക്കാനോ ഈസ് എ വെന്റ് ഓർ എ ഫിഷർ ഇൻ ദ ക്രസ്റ്റ് ഫ്രം വിച്ച് lava, molten rock, ash, gases,
റോക്ക് ഫ്രാഗ്മെന്റ്സ് എറപ്റ്റ്സ് എന്നാണ് പറയുന്നതായിട്ടുള്ളത്. അപ്പൊ ഇതിൽ പൈറോക്ലാസ്റ്റിക് എന്നുള്ളത് സ്പെസിഫിക് വാക്ക് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പൈറോക്ലാസ്റ്റിക് എന്ന് പറഞ്ഞിട്ട് മോൾട്ടൺ റോക്കുകളും പൈറോക്ലാസ്റ്റുകളും വോൾക്കാനിക് ഗ്യാസസുകളും പുറത്തു വരുന്നു. അപ്പോൾ വോൾക്കാനിക് ഗ്യാസസ് എന്താണെന്ന് പറഞ്ഞാൽ ഏത് തരം ഗ്യാസസും വേണമെങ്കിൽ പുറത്തേക്ക് വരാം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ട്. അതൊരു കോമൺ സെൻസ് ആണ്, കോമൺ ലോജിക് ആണ് എന്ന് ഓർത്ത് വെക്കേണ്ടതായിട്ട്. അപ്പോൾ വോൾക്കാനിസത്തെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കവർ ചെയ്തിട്ടുണ്ട്. ഇൻ കേസ് ഈ ഒരു വോൾക്കാനിസത്തെ കുറിച്ച് ഒരു ബ്രീഫ് ഐഡിയ കിട്ടണം എന്നുണ്ടെങ്കിൽ ലേണേഴ്സിന്റെ യൂട്യൂബിലുള്ള ജിയോഗ്രഫി ക്ലാസ്സുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതിൽ 66ഓളം വീഡിയോസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ക്ലാസ് കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ജിയോഗ്രഫി ലേണേഴ്സ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നതാണ്. ഇനി ഫുൾ ജിയോഗ്രഫി ക്ലാസ്സുകൾ ആവശ്യമുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ലേണേഴ്സ് ആപ്പിലൂടെ ജോയിൻ ചെയ്യാവുന്നതാണ്. മലയാളത്തിൽ ആശയവ്യക്തതയോടെ പഠിച്ച് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ലേണേഴ്സ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു നമ്പറുകളിൽ കോൺടാക്ട് ചെയ്താൽ മതി. അവർ തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ അടുത്ത ദിവസം അടുത്തൊരു ചോദ്യമായിട്ട് കാണാം. അതുവരെ ഗുഡ് ബൈ, ഓൾ ദി ബെസ്റ്റ്.